ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുതിയ തലത്തിലേക്ക്. പുതുതായി വാങ്ങിയ ഡബിൾ ഡക്കർ ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ആന്റണി രാജുവിനെ ക്ഷണിച്ചില്ല. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മുൻ മന്ത്രി ഡിപ്പോയിലെത്തി ബസ്സുകൾ സന്ദർശിച്ചു. പുത്തരിക്കണ്ടത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി മണ്ഡലം മാറ്റി ക്രമീകരിച്ചത് എങ്ങനെയെന്നറിയില്ലെന്ന് ആന്റണി രാജു പറഞ്ഞു. താൻ ഗതാഗത മന്ത്രിയായിരിക്കെയാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ തുടങ്ങിയതെന്നും ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് 100 കോടി രൂപ അനുവദിച്ചതിൻ്റെ ഫലമായിട്ടാണ് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഡബിൾ ഡക്കർ ബസ്സുകൾ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാനിതിലെ പോയപ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ 2 ബസ്സുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഫ്ലാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത്തവണ ഇതോടെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞായതുകൊണ്ട് എൻ്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ.